ഹിന്ദി നടൻ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ കയറിയ കള്ളന്റെ ഫിംഗർ പ്രിന്റ് മാച്ചാകുന്നില്ല. വലിയ വാർത്തയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ബാന്ദ്രയിലുള്ള സെയ്ഫ് അലി ഖാന്റെ 11, 12, 13, 14 ഫ്ലാറ്റിലെ അവിടെ കയറിപ്പറ്റിയ കള്ളൻ ബംഗ്ലാദേശിലുള്ള കള്ളനാണ് എന്ന് പറഞ്ഞ് ബാന്ദ്ര പോലീസ് ഷെരീഫുൽ ഇസ്ലാം എന്ന ബംഗ്ലാദേശുകാരനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അറസ്റ്റ് നാടകമാണ് എന്ന് ഇന്ത്യയിലെ പല പത്രങ്ങളും പറഞ്ഞു. പലർക്കും അത് സംശയമായി. കാരണം നമ്മളെപ്പോലുള്ളവർക്കും അതൊരു സംശയം തോന്നി. ആ ഫ്ലാറ്റിലെ പ്രതി കയറിപ്പോകുന്ന CCTV ദൃശ്യം ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും കാണിക്കുകയും ചെയ്തു. അയാളുടെ ആ മുഖവുമായിട്ട് ഇപ്പം പിടിച്ച കള്ളന് യാതൊരു സാമ്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം ബംഗ്ലാദേശിലെ ഒരു കള്ളൻ, അയാൾ ബോംബെ വന്നിട്ട് കഷ്ടിച്ച് 6 മാസം 8 മാസമേ ഉള്ളൂ. അയാളെ ഈ ഫ്ലാറ്റിലെ പ്രത്യേകിച്ച് 11, 12 നിലയിൽ താമസിക്കുന്ന ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറിൽ ഒരാളായ പട്ടോടി നവാബ് എന്ന ഇന്ത്യൻ ക്രിക്കറ്ററുടെ മകനായ സെയ്ഫ് അലി ഖാന്റെ ആ മുഹൂർത്തായ ആ ഫ്ലാറ്റിൽ കയറിപ്പറ്റാൻ അല്പം ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കാരണം അതൊരു ഫ്ലാറ്റ് സമുച്ചയമാണ് തന്നെ ആ ഏരിയ. അതിനെല്ലാം എല്ലാ എൻട്രൻസിൻ്റെ അവിടെയും സെക്യൂരിറ്റി ഉണ്ട്. വലിയ നടന്മാരും പണക്കാരും ഒക്കെ താമസിക്കുന്നതാണ്. അവിടെ ആ ഫ്ലാറ്റിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. 10, 14, 18 നിലയുള്ള ഫ്ലാറ്റുകളാണ് കൂടുതലും അവിടെ. ആ കോംപ്ലക്സിലുള്ള ഫ്ലാറ്റുകളിലെല്ലാം അവിടുത്തെ തീ പിടിച്ചാലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഫ്ലാറ്റിൽ കയറി ഇറങ്ങി പോകാനും പ്രത്യേക കോവണികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ മെയിൻ ആയിട്ടുള്ള ആ ബിൽഡിങ്ങിൻ്റെ ഓരോ ഫ്ലോറിലും കയറാൻ 2, 3 ലിഫ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ സെക്യൂരിറ്റിക്കാരുണ്ട്. അതിനകത്ത് കയറിപ്പറ്റാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നടന്മാരുടെ സെക്യൂരിറ്റി, പണക്കാരുടെ സെക്യൂരിറ്റി കണക്കാക്കി ധാരാളം സെക്യൂരിറ്റി ഓഫീസേഴ്സും അതിൻ്റെ പരിസരത്തും എൻട്രൻസിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരെല്ലാം വെട്ടിച്ച ഒരാൾ അകത്ത് കയറി എന്ന് പറയുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നി. അയാൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൂടെ കയറി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും 11ാം നിലയിലും 12ാം നിലയിലോട്ട് കയറിപ്പോകുന്ന ആ സ്റ്റെയർ കേസിൽ വെച്ച് അയാളുടെ ഫോട്ടോ CCTV കിട്ടി. ആ ആളുടെ മുഖവും ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് പിടിച്ച ആളുടെ മുഖം താരതമ്യം ചെയ്യുമ്പം 2 വ്യത്യസ്ത മുഖങ്ങളായിട്ട് മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് തുടക്കത്തിൽ കേട്ടപ്പോൾ നമ്മളെപ്പോലുള്ളവർ അങ്ങനെ പറയുകയും ചെയ്തു. അത് മാച്ചാകുന്നില്ല. കാരണം ആ 2 മുഖങ്ങളും വളരെ വ്യത്യാസമുണ്ട്. ആർക്കും നോക്കിയാൽ അത് മനസ്സിലാവും. പോർട്രേറ്റ് പാർലെ എന്ന സംവിധാനം വെച്ച് നോക്കിക്കഴിയുമ്പം ഒട്ടും അത് മാച്ചാകുന്നില്ല. പോലീസിൽ ഞങ്ങൾ പോർട്രേറ്റ് പാർലെ നോക്കും. അതനുസരിച്ചാണ് ഓരോ ഇതുപോലെയുള്ള CCTV ദൃശ്യത്തിലും യഥാർത്ഥത്തിൽ കാണുന്ന ആൾക്കാരുടെയും ഫോട്ടോ എടുത്തിട്ട് കമ്പയർ ചെയ്യുന്നത്. അവരുടെ മൂക്കും കണ്ണും വായും പുരികവും തലമുടിയും മുഖത്തിൻ്റെ ഷേപ്പും ചെവിയും എല്ലാ ഭാഗവും പോർട്രേറ്റ് പാർലെ അനുസരിച്ച് കമ്പയർ ചെയ്യും. പക്ഷേ ഒരു മാച്ചും ഇവിടെ ഉണ്ടായില്ല. എങ്കിലും പോലീസ് വളരെ പെട്ടെന്ന് ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതായിട്ട് വന്ന് ആ പോലീസ് ആന്ധ്ര പോലീസിനെ അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ ഫ്ലാറ്റിൽ നിന്ന് ലഭിച്ച 19 ഫിംഗർ പ്രിന്റുകളുണ്ട്. 19 പേരുടെ അല്ല, ഒരാളുടെ തന്നെ വിവിധ സമയത്തുള്ളതാകാം. എന്തായാലും 19 പ്രിന്റ് അവിടെ ലഭിച്ചു. അതൊന്നും ഇയാളുടെ മാച്ചാകുന്നില്ല. നേരത്തെ കയറിപ്പോയ ഏതെങ്കിലും ജോലിക്കാരുടെ ആകാം, അതിനും സാധ്യതയുണ്ട്. പക്ഷേ ആ 19 എണ്ണത്തിനകത്ത്
ഇയാളുടെ ഫിംഗർ പ്രിന്റ് ഇല്ല. അയാളുടെ മുഖവും മാച്ചാകുന്നില്ല. ആ പ്രതിയെ ചോദ്യം ചെയ്തിട്ട് അയാൾ ഇതുവരെ ഈ കുറ്റം സമ്മതിച്ചിട്ടില്ല. ബാന്ദ്ര പോലീസ് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ അയാൾ സഹകരിക്കുന്നില്ല എന്നാണ്. നമുക്കറിയാം, സെയ്ഫ് അലി ഖാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന പട്ടോടി നവാബിന്റെ മകനാണ്. മധ്യപ്രദേശ് ഭോപ്പാലിലെ രാജകുടുംബത്തിലുള്ള ആളാണ് പട്ടോടി നവാബ്. അദ്ദേഹം 2011 മരണപ്പെട്ടത്. 70 വയസ്സ് പ്രായമുണ്ടായിരുന്നു മരിക്കുമ്പോൾ. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ ചില പ്രശ്നങ്ങൾ, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. ഇന്ത്യയിലെ നല്ല ബാറ്റ്സ്മാനിൽ ഒരാളായിരുന്നു. ഇന്ത്യൻ ടീമിനെ നയിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചില്ലെങ്കിൽ പട്ടോടിയിലെ കിരീടാവകാശിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് സെയ്ഫ് അലി ഖാൻ. ആ സെയ്ഫ് അലി ഖാൻ 21ാമത്തെ വയസ്സിൽ ഒരു വിവാഹം ചെയ്തു. ഇന്ത്യയിലെ അന്നത്തെ പ്രശസ്തമായ നടി, ആ നടിക്ക് അന്ന് 31 വയസ്സുണ്ടായിരുന്നു. അമൃത സിംഗ് എന്ന് പറഞ്ഞ നടിയെ കല്യാണം കഴിച്ചു. സെയ്ഫ് അലി ഖാന് 21 വയസ്സേ ഉള്ളൂ. 11 വയസ്സിന് മൂത്തതായിരുന്നു അവര്. എന്തായാലും ആരും കൺസൾട്ട് ചെയ്ത് രഹസ്യമായിട്ട് ആ വിവാഹം നടന്നു. ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ ഒരു നടിയായിരുന്നു അവര്. അസാമാന്യ സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. അതിൽ ആകർഷണനായി സെയ്ഫ് അലി ഖാൻ 21ാമത്തെ വയസ്സ് ആരോടും ആലോചിക്കാതെ അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഏകദേശം 10-11 വയസ്സിന്റെ മൂപ്പുണ്ടായിരുന്നെങ്കിലും അതിലൊരു കുട്ടിയുണ്ടായി. അതിനുശേഷം അവർ ഡൈവോഴ്സായി. അതിനുശേഷം ഇദ്ദേഹം കരീന കപൂർ എന്ന നടിയെ വിവാഹം കഴിച്ചു. 1200 കോടിയുടെ സ്വത്തുണ്ട് സെയ്ഫ് അലി ഖാന്. കരീന കപൂറിന് 485 കോടിയുടെ സ്വത്തുണ്ട്. പക്ഷേ ഈ പ്രതി ബംഗ്ലാദേശുകാരൻ അവിടെ കയറിയപ്പോൾ ഇദ്ദേഹത്തിനെ മാരകമായി പരിക്കേൽപ്പിച്ചു എന്നാണ് നമ്മളൊക്കെ കേട്ടത്. ഇദ്ദേഹത്തെ സ്പൈനിൽ വരെ കത്തി ഇറങ്ങിച്ചെന്നു എന്ന് കേട്ടു. 6 കുത്തുകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ബാക്കിലും കഴുത്തിലും ഷോൾഡറിലും കൈക്കുഴയിലും ആണ് ആ കുത്തുണ്ടായിരുന്നത്. ഏതായാലും 5-6 ദിവസത്തിനുള്ളിൽ ഇത്ര മാരകമായ കുത്തേറ്റു എന്ന് പറയുന്ന ആള് ആരോഗ്യവനായി വെളിയിലിറങ്ങി നടന്നു കയറി പോകുന്നത് നമ്മൾ കണ്ടു. 25 ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ അദ്ദേഹം വാങ്ങിച്ചു കഴിഞ്ഞു, മെഡിക്കൽ ഇൻഷുറൻസ്. ഇത്ര മുന്തിയ നടനായതുകൊണ്ട് ആയിരിക്കാം വളരെ പെട്ടെന്ന് ആ പണം കൊടുത്തത്. അതിൽ ചില ഡോക്ടർമാർ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പണം അനുവദിച്ചിരിക്കുന്നു. അത് തന്നെയല്ല, അദ്ദേഹത്തിന് ഇത്ര മാരകമായി പരിക്കേറ്റു എന്ന് വാർത്ത വന്നെങ്കിലും അതൊന്നും ഉണ്ടായില്ല എന്ന് അദ്ദേഹം നടന്നു കയറി പോകുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിനെ പിടിച്ച് കുത്തുന്ന സമയത്ത് സഹായിക്കാൻ തൊട്ടടുത്ത് നിന്നെങ്കിലും സഹായിച്ചില്ല. സഹായിച്ച ജോലിക്കാരിയാണ്, മലയാളിയായ ആയയാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വളരെ ദുരൂഹമാണ് ആ കേസിൻ്റെ സംഭവം, ആ കേസിൻ്റെ പ്രതിയുടെ അറസ്റ്റ്. കാരണം ആ 19 ഫിംഗർ പ്രിന്റിനകത്തൊന്നും പ്രതിയുടെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടില്ല. ഇനി ഫിംഗർ പ്രിന്റ് ഇട്ട് കിട്ടാനും പോകുന്നില്ല. കാരണം ബാന്ദ്ര പോലീസ് ഈ കേസ് വളരെ വിവാദമാകുന്നതിന് മുമ്പ് പിടിക്കണമെന്ന് കരുതി പിടിച്ചതായിട്ടാണ് തോന്നുന്നത്. ആ സംഭവത്തെ പറ്റിയുള്ള വിവരണങ്ങളും 25 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുത്തതും, അതുപോലെ തന്നെ കരീന കപൂർ എന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ, അവർക്ക് 2 കുട്ടികളുണ്ട്. ആ ഭാര്യ ഈ അദ്ദേഹത്തിനെ കുത്തുന്ന സമയത്ത് അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ശ്രമിച്ചില്ല, സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു നടപടിയെടുത്തില്ല. അവരുടെ കഴുത്തിലെ ആഭരണങ്ങൾ, സ്വർണ്ണാഭരണം കിടപ്പുണ്ടായിരുന്നു.
അത് ആ കള്ളൻ എടുക്കാനായിട്ടോ വലിച്ചു പൊട്ടിക്കാനോ ശ്രമിച്ചില്ല. കള്ളൻ എങ്ങനെയാണ് ആ ഫ്ലാറ്റിൽ കയറിയതുള്ള കാര്യം പോലീസ് പറഞ്ഞാലും അത് ദുരൂഹത ഏറി നിൽക്കുകയാണ്. ആ പ്രതി തന്നെ മാറിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതി മാറി എന്ന് പറയാൻ കാരണം. ഒന്ന്, ആ മുഖച്ഛായ, ആ ലിഫ്റ്റിൽ കൂടെ കയറിപ്പോകുന്ന ആളും ഇപ്പം അറസ്റ്റ് ചെയ്ത ആളിലും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. രണ്ടാമത്, മോട്ടീവ് വളരെ വീക്കാണ്. എന്തിനാണ് അവിടെ കയറിയത്? അവർക്ക് ഇവരറിയാതെ അവിടെ തുറന്ന് മോഷണം നടത്തി സ്വർണം എടുത്തുകൊണ്ട് പോകാമായിരുന്നു. ഇല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തുന്ന സമയത്ത്, അല്ല അതിന് തൊട്ടു മുമ്പോ, കരീന കപൂറിൻ്റെ കഴുത്തിൽ കയ്യിലും ഉണ്ടായിരുന്ന അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ അദ്ദേഹത്തിനെ പൊട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എടുക്കാം. ചെയ്തില്ല. ഇയാളെ പിടിക്കാനായിട്ട് സെയ്ഫ് അലി ഖാൻ ശ്രമിച്ചു. അങ്ങേരെ സഹായിക്കാനായിട്ട് ആയം കൂടി എന്നൊക്കെയാണ് വരുന്നത്. എന്തായാലും 3-4 കാര്യങ്ങൾ വിശദീകരണം പോലീസ് നടത്തിയേ പറ്റുള്ളൂ. എങ്ങനെയാണ് കയറിയത്? അത് ഇത്രയും സെക്യൂരിറ്റിയുള്ള സ്ഥലത്ത് ഇയാൾ എങ്ങനെ കയറിപ്പറ്റി? ഇയാൾ എന്തിനാ അത്ര ഹെവിയായ ബാഗ് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അയാൾ കയറിപ്പോകുമ്പോൾ ഇറങ്ങിപ്പോയൊരു ബാഗുണ്ട്. അങ്ങോട്ട് കയറിപ്പോകുന്ന സമയത്ത് ഇയാൾ ചെരുപ്പിട്ടില്ല. തിരിച്ചു പോകുമ്പോൾ ഒരു ഷൂ ഇട്ടുകൊണ്ട് പോകുന്നു. ഇങ്ങനെ പല കോൺട്രഡിക്ഷൻസും അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് ഒട്ടും ടാലി ചെയ്യുന്നില്ല. എല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്? ആ പ്രതി അന്വേഷണത്തെ സഹായിക്കുന്നില്ല, അന്വേഷണമായിട്ട് ഒരു തരത്തിലും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. താനല്ല ഈ കുറ്റം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അയാളുടെ ഫിംഗർ പ്രിന്റും അവിടുന്ന് ലഭിച്ചില്ല.